ഹായ് ഫ്രണ്ട്സ്, എ പ്ലസ് ഗുരുവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ തന്നിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടണിലും ബെൽ ഐക്കണിലും ക്ലിക്ക് ചെയ്യുക. ഇതുവഴി നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ഫ്രീ ആയിട്ട് കാണാവുന്നതാണ്. ഇന്ന് നമ്മൾ SSLC എക്സാമിൻ്റെ ഇനി വരാനിരിക്കുന്ന മാത്സിൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസിൽ നമുക്ക് ഫസ്റ്റ് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്ന പോലെ ഒരു ആൽജിബ്രായിക് എക്സ്പ്രഷൻ രണ്ട് രീതിയിൽ തരാം. ഒന്നല്ലെങ്കിൽ SN = 2n² + 8n അങ്ങനെ ഒരു ആൽജിബ്രായിക് എക്സ്പ്രഷൻ, അല്ലെങ്കിൽ സെക്കൻഡ് തന്നിരിക്കുന്ന പോലെ XN = 8n - 4 ഇങ്ങനെ ഒരു ആൽജിബ്രായിക് എക്സ്പ്രഷൻ തന്നിട്ട് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനോ അതല്ലെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ അങ്ങനെ ഒരു ബേസ് ആയിട്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും തരുന്നത്. ഇതിൽ ടഫായിട്ടുള്ള നമ്മൾ കണ്ടുവരുന്നത് സം ഓഫ് ടേംസിൻ്റെ ആൽജിബ്രായിക് എക്സ്പ്രഷനാണ് ടഫായിട്ട് നമുക്ക് കണ്ടുവരുന്നത്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. SN = 2n² + 8n. അപ്പോൾ നമുക്ക് വേറെ അതിൻ്റെ കൂടെ ഒരു കാര്യങ്ങൾ തന്നിട്ടുണ്ട്. SM സം ഓഫ് ടേംസ് എന്ന് പറയുന്നത് 442 ആണ്. n കണ്ടുപിടിക്കുക, അതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ഡാറ്റാസ് എടുത്ത് 2n² + 8n എന്ന് പറയുന്നത് എന്താണ്? 442 ആണ്. ദെൻ നമുക്കിതിനെ a+b² ഫോമിലേക്ക് ആക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് നോക്കാൻ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നോർമൽ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോമിലോട്ടായി. n² + 4n = 221 ആയി. നമുക്കിനി പെർഫെക്റ്റ് റൂട്ടാണോ റൈറ്റ് സൈഡിലുള്ളതെന്ന് നോക്കുക. പെർഫെക്റ്റ് റൂട്ടാണെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യാൻ നമുക്ക് റൂട്ട് എടുക്കാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ പെർഫെക്റ്റ് റൂട്ട് അല്ല, എന്ത് ചെയ്യണം? തൊട്ടടുത്തുള്ള പെർഫെക്റ്റ് റൂട്ട് ഏതാണ്? ഒരു 4ഉം കൂടെ നമുക്ക് ആഡ് ചെയ്താൽ 225 ആവും. പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെയും ശ്രദ്ധിച്ചോണം, ലെഫ്റ്റ് സൈഡിലും ശ്രദ്ധിച്ചോ. a+b² ഫോമിലോട്ടാക്കാൻ എന്ത് ചെയ്യണം? നമുക്കിവിടെ വേരിയബിളിൻ്റെ കോയിഫിഷ്യൻ്റ് ഏതാണ്? എന്നിൻ്റെ കോയിഫിഷ്യൻ്റെ പകുതിയുടെ സ്ക്വയർ ആണ് രണ്ട് സൈഡിലും കൂട്ടേണ്ടത്. എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 4ൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ, അതായത് 2² രണ്ട് സൈഡിലും കൂട്ടണം. 2² രണ്ട് സൈഡിലും കൂട്ടുമ്പോൾ നമുക്ക് ഈ സൈഡിൽ 225 കിട്ടും. ലെഫ്റ്റ് സൈഡിൽ എന്ത് കിട്ടും? n+2² a+b² ഇക്വേഷനിലേക്ക് മാറ്റാനും കഴിയും. സോ n+2 = 15. n = 15 - 2, ദാറ്റ് ഈസ് n = 13 എന്ന് കിട്ടും. ഇത് കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇനി എളുപ്പമായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എളുപ്പമായിട്ട് ചോദിക്കുന്നതാണെങ്കിൽ ഒരു ടേം nth ടേം തന്നിരിക്കുന്നുണ്ട്. 8n - 4 എന്നാണ് ഇവിടെ nth ടേം തന്നിരിക്കുന്നത്. കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ചെയ്യാം. അതായത് എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യണം? 1 കൊടുക്കുക, 2 കൊടുക്കുക, 3 കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും? എൻ്റെ സ്ഥാനത്ത് 1, 2 കൊടുക്കുമ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന പോലെ 8 × 1 - 4 ദാറ്റ് ഈസ് = 4. അതുപോലെ 8 × 2 - 4 ദാറ്റ് ഈസ് = 12. 8 × 3 കൊടുക്കുമ്പോൾ 8 × 3 - 4. അങ്ങനെ അരിത്തമെറ്റിക് സീക്വൻസ് നമ്മൾ ഈ ബേസിൽ 4, 12, 20, 28 എന്ന് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് എത്രയാണ്? 8. ഫസ്റ്റ് ടൈം 4. ഇങ്ങനെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും ഇത് തന്നെ വരാനാണ് ചാൻസ്. അതുപോലെ തന്നെ നമുക്ക് ഇന്ന ക്വസ്റ്റ്യൻ നമുക്ക് വരാൻ പറ്റുമെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം എന്ന് പറയുന്നത് മാത്സിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ കറക്റ്റായിട്ടൊരു ക്വസ്റ്റ്യൻ വരത്തില്ല. കാരണം 2-3 ചാപ്റ്റേഴ്സ് മിക്സിങ് ആയിട്ടൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അതാണ് നമ്മൾ മെയിനായിട്ടും മാത്സിനകത്ത് പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ ഞാൻ അതുപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ 3 രീതിയിൽ ചോദിച്ചിരിക്കുന്നത്. ഏത് രീതി ചോദിച്ചാലും നമ്മൾ ഒരേ രീതിയിൽ അപ്രോച്ച് ചെയ്യണം. ഇതിനകത്ത് ഫസ്റ്റ് വന്നിരിക്കുന്ന പ്രോഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 6 ഈസ് 216. അതായത് 6ൻ്റെ അടുത്തടുത്തുള്ള രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 216 എന്ന് കിട്ടി. എങ്കിൽ നമ്പേഴ്സ് എന്താണ്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരാം. അതല്ല വേറൊരു രീതി ചോദിക്കാം. ഒരു അരിത്തമെറ്റിക് സീക്വൻസിനകത്ത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 6 ആണ്. കോൺസിക്യൂട്ടീവ് രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 216 കിട്ടി. എങ്കിൽ ഫൈൻഡ് ദ നമ്പേഴ്സ്, ഏതൊക്കെയാണ് ആ നമ്പേഴ്സ്, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് ചോദിക്കാം. അതുമല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചോദിക്കാം. ദ നമ്പർ ഈസ് 6 മോർ ദാൻ അനദർ നമ്പർ. ഒരു നമ്പർ എന്ന് പറയുന്നത് മറ്റൊരു നമ്പറിനെക്കാട്ടിലും 6 കൂടുതലാണ് എങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 216 കിട്ടി. ഇനി ഏതൊക്കെയാണ് നമ്പേഴ്സ്? ഈ 3 രീതിയിൽ ചോദിച്ചാൽ നമുക്ക് ഒരേ രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റും. അതായത് ഫസ്റ്റ് നമ്പറിനെ x എന്ന് എടുക്കുക, സെക്കൻഡ് നമ്പറിനെ x+6, രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 216. നേരത്തെ ചെയ്ത അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? a+b² ഫോമിലേക്ക് മാറ്റി നമുക്കിത് സോൾവ് ചെയ്ത് ആൻസർ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാവുന്നതാണ്. സ്റ്റെപ്പ് പൂർണ്ണമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റെപ്പ് പോലും മിസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കിത് കണ്ട് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടി ഈ ചാപ്റ്ററിനകത്ത് പറയാനുണ്ട്. ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് നമുക്ക് കുറച്ച് 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ, അതായത് ഇപ്പോൾ 9ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള 3 ഡിജിറ്റ് നമ്പേഴ്സ് അതിൻ്റെ സം കണ്ടുപിടിക്കുക. അങ്ങനെയൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കും. ടെക്സ്റ്റിനകത്ത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്. കൂടുതലും അത് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ,
നെക്സ്റ്റ് നമ്മൾ സർക്കിൾസാണ്. സർക്കിൾസും ടാൻജൻസും ഒരുപോലെ മിക്സിംഗ് ആയിട്ടാണ് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. സർക്കിൾസിനകത്ത് നമുക്ക് ഇതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓരോ കൺസെപ്റ്റ് വെച്ച് നമ്മൾ പോവുക. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പ്രൂവ് ദാറ്റ് ABCD ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്റർ. ABCD എന്ന് പറയുന്ന ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്റർ ആണ് പ്രൂവ് ചെയ്യണം. നമുക്ക് രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. ഒന്നല്ലെങ്കിൽ ABCD 4 കോർണേഴ്സും എന്തിലാണ്? സർക്കിളിലാണെന്ന്, 4 വെർട്ടീസസ് സർക്കിളിലാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് ആംഗിൾസ് എല്ലാം സപ്ലിമെൻ്ററി ആണ്, 180 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇങ്ങനെ രണ്ട് രീതി വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പ്രൂവ് ചെയ്യാം. അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ ഫിഗർ, ഇതുപോലത്തെ ഒരു ഫിഗറിൽ ഇപ്പോൾ സെക്കൻഡ് തന്നിരിക്കുന്ന ഫിഗർ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണെന്ന് വിചാരിക്കാം. അതുപോലെ ഇങ്ങനത്തെ ഒരു ഫിഗറിലും ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. ഈ രണ്ട് ഫിഗേഴ്സും കാണുകയാണ്. ഇതിൽ ഏത് ഫിഗർ കണ്ടാലും നിങ്ങൾ മനസ്സിലാക്കി ഈ രണ്ട് ഫിഗർ വന്നാലും ഇക്വേഷൻ, നമ്മൾ ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്: PA × PB = PC × PD. ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് രണ്ട് രീതിയിൽ തന്നാലും ചെയ്യാൻ കഴിയണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നിന്ന് രണ്ട് രീതിയിൽ തന്നാലും നമുക്ക്, ഈ രണ്ട് ഫിഗർ തന്നാലും നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാം. അതുപോലെ ഈ ടൈപ്പ് ഫിഗേഴ്സാണ് തരുന്നത്. ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫിഗർ വന്നിരിക്കുന്നത്. അതുപോലെ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ടാൻജൻറ്റും ഒന്ന് സർക്കിളിനകത്തേക്ക് കട്ട് ചെയ്ത് പോയിരിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം PA × PB = PC² എന്ന ഇക്വേഷൻ വെച്ച് നമുക്കത് സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ രീതിയിൽ തന്നെ സോൾവ് ചെയ്യണം. ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കുന്നതാണ്, മാത്സിനകത്ത് നമുക്ക് മെത്തേഡ് വെച്ച് ഇക്വേഷൻ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓരോന്നും ഓരോ മെത്തേഡ്, ഇതിനകത്ത് ഓരോന്നും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരെയാണ് ഏത് മെത്തേഡ്, നെക്സ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരെ ഏത് മെത്തേഡ് എന്നാണ് നമ്മൾ പറഞ്ഞ് സോൾവ് ചെയ്യുന്നത്. ഓരോന്നിനും ഓരോ മെത്തേഡ് ബേസ് ചെയ്ത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സർക്കിൾ തീർന്നിട്ടില്ല. സർക്കിളിനകത്ത് ഇനി കുറച്ച് റൂൾസും കൂടെ ഉണ്ട്. നെക്സ്റ്റ് ഇത് നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. സർക്കിളിനകത്തുള്ള അടുത്തൊരു റൂളാണ് ആംഗിളിനെ സെമി സർക്കിൾ. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. സെമി സർക്കിളിലെ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. സെൻട്രൽ ആംഗിൾ 180യും കോംപ്ലിമെൻ്ററി ആംഗിൾ എന്നുള്ളത് 90 ഡിഗ്രി വേണം. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ള റൂളുമാണ് ടെക്സ്റ്റിനകത്ത്. പക്ഷേ ഇത് തന്നെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് തലതിരിച്ച് ക്വസ്റ്റ്യൻ തരും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ ആവും. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാലും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക, തിരിച്ചു വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് രണ്ടും ഒരേ കാര്യം തന്നെയാണ്. സെമി സർക്കിളിലെ ആംഗിൾ 90 ഡിഗ്രിയാണ്. അതുപോലെ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് വരയ്ക്കുന്ന AB എന്ന് പറയുന്ന സർക്കിൾസ് കോഡിൽ നിന്ന് വരയ്ക്കുന്ന എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. AB എന്ന് പറയുന്ന കോഡിൽ നിന്ന് വരയ്ക്കുന്ന AFB, അതുപോലെ AED, AEB, ADB, ACB ഇതെല്ലാം എന്താണ്? X ഡിഗ്രിയാണ്. എല്ലാം ഈക്വൽ ആംഗിൾസാണ്. അതുപോലെ തന്നെ AC എന്ന് പറയുന്ന കോഡിൽ നിന്ന് വരയ്ക്കുന്ന സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും അതിൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ. അതായത് AOCയുടെ ഹാഫ്, AOC 2x ആണെങ്കിൽ അതിൻ്റെ ഹാഫ്, അതായത് X ആയിരിക്കും ABC എന്ന് പറയുന്നത്. ഇവിടെ അതേ ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു രീതിയിൽ കാണിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. നമുക്കിത് കണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇനി സർക്കിൾസും ടാൻജൻസും മിക്സ് ആയിട്ടായിരിക്കും എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ടാൻജൻസിനകത്ത് വരുന്നൊരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ടാൻജൻസിനകത്ത് നിന്ന് എപ്പോഴും വരാൻ ചാൻസ് ഉള്ള, എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് വേറെ ഏത് ഫിഗറായിട്ട് തോന്നുമെങ്കിലും സൂക്ഷിച്ച് നോക്കിയാൽ ഇത് ടാൻജൻസ് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമുക്ക് AEC രണ്ട് ടാൻജൻസ്, അതായത് എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കാൻ ടാൻജൻസ് ഈക്വൽ ആണ് എന്ന് നമ്മൾ റൂൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസിസിലാണ് ഈ ഇത്രയും ഫിഗേഴ്സും വന്നിരിക്കുന്നത്. 4 ഫിഗറും ഈ ബേസിസിലാണ്. ടാൻജൻസ് ഡ്രോൺ ഫ്രം എ സർക്കിൾ ടു ആൻഡ് ഔട്ട്സൈഡ് കോമൺ പോയിന്റ് വിൽ ബി ഈക്വൽ. നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ഔട്ട്സൈഡ് കോമൺ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് വരച്ചിരിക്കുന്ന രണ്ട് ടാൻജൻറ്റ് A, അതുകൊണ്ടാണ് എയും ഈക്വൽ ആയത് ആ ഡിസ്റ്റൻസ്. അതുപോലെ BB ഈക്വലാണ്, ഇവിടെ CC ഈക്വലാണ്. എല്ലാ കേസിലും അത് തന്നെയാണ് ഇവിടെ ഈക്വൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു 2-3 സൈഡ്സ് ഉണ്ട്, ബാക്കി സൈഡ്സ് കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കും. ഈ റൂളാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഇതുപോലത്തെ 4 ടൈപ്പ് ഫിഗർ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലും മോഡൽ എക്സാം ക്വസ്റ്റ്യനിലും റെസ്പോൺസ് എക്സാമിനൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ കാണുമ്പോൾ പേടിക്കരുത്. ഈ മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. ഫിഗർ നന്നായിട്ട് നോക്കി വെക്കുക. ഈ മെത്തേഡ് തന്നെ നമ്മൾ യൂസ് ചെയ്ത് ഇത് സോൾവ് ചെയ്യണം. നെക്സ്റ്റ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ഡിഗ്രിക്കകത്ത് സിമ്പിളായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. അതായത് P(x) എന്ന് പറയുന്നത് 4x² + 2x + 3 = 0. നമുക്ക് P(1) കണ്ടുപിടിക്കാൻ ചോദിക്കാം, അതല്ലെങ്കിൽ P(2) കണ്ടുപിടിക്കാൻ. അതായത് സിമ്പിളാണ്, വേറൊന്നുമില്ല. എക്സിൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇത് സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. നമ്മൾ
പണ്ടുകൂടിയ പഠിച്ചൊരു ഇക്വേഷനുണ്ട് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a. എ എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും, ബി എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും, സി എന്ന് പറയുന്നത് അവിടുത്തെ കോൺസ്റ്റൻറ്റും ആയിരിക്കും. ഇനി വരാനുള്ള ചാൻസ് ഉള്ള മറ്റൊരു ടൈപ്പ് ഒരു ക്വസ്റ്റ്യനാണ്. രണ്ട് ടൈപ്പിൽ ചോദിക്കാം ഇത്. രാഹുലിൻ്റെ ഏജ് രാജുവിൻ്റെ ഏജിനെക്കാട്ടിൽ 10 കൂടുതലാണ്, അങ്ങനെ ടൈപ്പ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ. അതല്ലെങ്കിൽ ഒരു സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിനെക്കാട്ടിലും 10 കൂടുതലാണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് എടുക്കുക. എക്സ് എന്ന് പറയുന്ന ഒരു സൈഡും എക്സ് പ്ലസ് 10 എന്ന് പറയുന്ന മറ്റൊരു സൈഡും. രാഹുലിൻ്റെ ഏജ് എന്ന് പറയുന്നത് എക്സും രാജുവിൻ്റെ ഏജ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 10. അങ്ങനെ നമ്മൾ ഈ ഒരു മെത്തേഡ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ട്രിഗ്നോമെട്രി എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറയുന്ന സെക്ഷനാണ് ട്രിഗ്നോമെട്രി. വളരെ സിമ്പിളായിട്ട് കുറച്ച് ഇക്വേഷൻ മാത്രം, ചെറിയ കുറച്ച് ഇക്വേഷൻ മാത്രം നോക്കി നമുക്ക് ഈ ചാപ്റ്റർ നോക്കാവുന്നതാണ്. അതായത് ട്രിഗ്നോമെട്രി ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട 2 ടൈപ്പിലുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് ഇവിടെ പഠിക്കാനുള്ളത്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ബേസിലാണ് ഈ ട്രിഗ്നോമെട്രി ചാപ്റ്റർ തന്നെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. 2 ടൈപ്പിലുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് 45 90 ഡിഗ്രിയും 60 30 90 ഡിഗ്രിയും. 45 90 ഡിഗ്രി ആണെങ്കിൽ ആംഗിളിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1:√2 ആയിരിക്കും. അതല്ല 30 60 90 ആണെങ്കിൽ അവിടുത്തെ സൈഡ്സിൻ്റെ റേഷ്യോ 1:√3:2. ഇതറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വാല്യൂസ് ഡയറക്റ്റായിട്ട് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ മിക്ക ആളുകൾക്കും ഇപ്പോഴും ഹൈപ്പോട്ടന്യൂസ് ഏതാണ്, ബേസ് ഏതാണ്, ആൾട്ടിറ്റ്യൂഡ് ഏതാണെന്ന് അറിയത്തില്ല. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളാണ് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. അതെപ്പോഴും ശ്രദ്ധിക്കുക. താഴെയുള്ള സൈഡാണ് ബേസ്, ഹൈറ്റാണ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മളിനി സൈൻ കണ്ടുപിടിക്കുന്നത്. സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. നമ്മൾ സൈൻ എക്സ് അല്ലെങ്കിൽ സൈൻ തീറ്റ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. തീറ്റ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന ആംഗിളാണ്. ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിളും ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസ്റ്റൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ ബേസ് ആണ് ഉദ്ദേശിക്കുന്നത്, ഓപ്പോസിറ്റ് സൈഡ് ആൾട്ടിറ്റ്യൂഡാണ്. ഇങ്ങനെ ഈ ഇക്വേഷൻസ് സൈനും കോസും ടാനും മെയിനായിട്ട് പഠിച്ചു വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്ന ക്ലാസ്സിൽ മാത്സ് നമ്മൾ എത്ര കാലം പഠിക്കുന്നു അത്രയും കാലം ട്രിഗണോമെട്രി ആവശ്യമാണ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ട്രിഗണോമെട്രി. വളരെ സിമ്പിളായിട്ടാണ് ഈ ചാപ്റ്റേഴ്സ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരുന്ന രീതിയുമാണ് പറഞ്ഞു പോകുന്നത്. എല്ലാം നല്ല ശ്രദ്ധിച്ച് തന്നെ എല്ലാം കേൾക്കുക, വീണ്ടും കേട്ട് നോക്കിയാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. നെക്സ്റ്റ് സോൾസിനകത്ത് ക്വസ്റ്റ്യൻസാണ്. സോൾസിനകത്ത് നമ്മളെല്ലാ രൂപങ്ങളുടെയും എല്ലാ ടൈപ്പ് രൂപങ്ങളുടെയും ഇക്വേഷൻ മെയിനായിട്ടും പഠിച്ചു വെക്കുക. ലാറ്ററൽ സർഫസ് ഏരിയ, അതുപോലെ തന്നെ ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ, വോളിയത്തിൻ്റെ ഇക്വേഷൻ, അങ്ങനെ കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ. അതുപോലെ തന്നെ ചിലതിന് ആംഗിൾ ബേസ്ഡ് ആയത് ഇവിടെ തന്നിട്ടുണ്ട്. r/r = x°/360. ഇങ്ങനെ ടൈപ്പ് ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ബേസിൽ നിന്ന് പഠിച്ചു വെക്കുക. ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഈ എല്ലാ ഷേപ്സിൻ്റെയും വോളിയവും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുമ്പോൾ നമുക്ക് വരുന്ന ഡയറക്റ്റ് ഏതെങ്കിലും ഒരു കോൺ അല്ലായിരിക്കും ചോദിക്കുന്നത്. അതുപോലെ പിരമിഡ് ഒന്നും ചോദിക്കത്തില്ല. നമുക്ക് ചോദിക്കാൻ ചാൻസ് ഇതുപോലൊരു ബാറ്റിൽ ടാങ്ക് പോലെയോ, അതായത് ഇത് നമുക്ക് കണ്ടറിയാം, ഒരു സൈഡിൽ 2 സൈഡിൽ 2 ഹെമിസ്ഫിയേഴ്സ്, സെൻറ്ററിൽ ഒരു സിലിണ്ടർ, ഇങ്ങനെ ബേസ് ചെയ്തിട്ട് തരും. ഇതിൻ്റെ ടോട്ടൽ വോളിയം കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് വോളിയം കണ്ടുപിടിച്ച് എന്ത് ചെയ്യുക, ടോട്ടൽ കൂട്ടുക. അത് ഡയറക്റ്റായിട്ട് വോളിയം എന്താണെന്ന് ചോദിക്കത്തില്ല, ഇതിൽ എത്രമാത്രം വാട്ടർ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും എന്നായിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ. സർഫസ് ഏരിയയും ഡയറക്റ്റായിട്ട് ചോദിക്കത്തില്ല. ഇത് മൊത്തം പെയിൻറ്റ് അടിക്കാൻ എത്ര രൂപ വേണ്ടി വരും. പെയിൻറ്റ് അടിക്കണമെന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയയാണ്. അപ്പോൾ സർഫസ് ഏരിയ കണ്ടുപിടിക്കുക, പിന്നെ ആ ഏരിയ ഇൻറ്റു എമൗണ്ട്, പെയിൻറ്റ് അടിക്കുന്നതിന് എമൗണ്ട്. അല്ലെങ്കിൽ ഇത് പേപ്പർ കൊണ്ട് പൊതിയണമെങ്കിൽ ഒരു ടോയ് ആണ്, ഇത് പേപ്പർ കൊണ്ട് പൊതിയണമെങ്കിൽ ഇതുപോലെയും ചോദിക്കാം. മുകളിലൊരു കോണ്, താഴെ സിലിണ്ടർ, ഇതുപോലെയും ചോദിക്കാം. അങ്ങനെ പൊതിയണമെങ്കിൽ എത്ര വേണ്ടി വരും, അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ വലിയൊരു ഷേപ്പ് എടുത്തിട്ട്, അത് ചിലപ്പോൾ വലിയ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സിലിണ്ടർ ആയിരിക്കും. ആ സിലിണ്ടർ എടുത്തിട്ട് അതിനകത്ത് നിന്ന് എത്ര സ്ഫിയേഴ്സ് നമുക്ക് നിർമ്മിക്കാൻ പറ്റും, അതിൻ്റെ വോളിയം തന്നിരിക്കും. അപ്പോൾ അത് ചോദിക്കുകയാണെങ്കിൽ വോളിയം ഓഫ് ദ ലാർജസ്റ്റ് ഷേപ്പ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ സ്മോളസ്റ്റ് ഷേപ്പ്, രണ്ടിനെയും വോളിയം കണ്ടുപിടിച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എത്ര എണ്ണം കിട്ടുമെന്ന് നമുക്ക് കണ്ടുപിടിക്കും. വലിയൊരു സ്ഫിയർ എടുത്തിട്ട് എത്ര ചെറിയ സ്ഫിയേഴ്സ് ആക്കാൻ പറ്റുമെന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ. ചിലപ്പോൾ വലിയൊരു കോൺ എടുത്തിട്ട് ചെറുതാക്കാൻ പറ്റുമെന്നായിരിക്കും. എന്താണെങ്കിലും ലാർജ് ഷേപ്പിൻ്റെ വോളിയം ഡിവൈഡ് ബൈ സ്മോൾ ഷേപ്പിൻ്റെ വോളിയം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത കോർഡിനേറ്റ്സ് വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിനകത്ത് ചോദിക്കുന്ന 3 കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കുക, സ്ലോപ്പ് കണ്ടുപിടിക്കുക. ഈ 3 ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്ത് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നീടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം വളരെ എളുപ്പമാണ്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോകാത്തത്. മാത്സിനകത്തുള്ള ഈ ചാപ്റ്റേഴ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ടത്. സ്റ്റാറ്റിസ്റ്റിക്സിനകത്തും നോക്കി വെക്കേണ്ടത് ലാസ്റ്റ് സെക്ഷനിലെ ക്വസ്റ്റ്യൻസ്. ലാസ്റ്റ് സെക്ഷനിലെ നമ്മൾ ടെക്സ്റ്റിനകത്ത് ലാസ്റ്റ് സെക്ഷനിൽ ചെയ്യുന്ന 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡീവിയേഷൻ ബേസ്ഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, ക്ലാസ് മാർക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. പിന്നെ പ്രോബബിലിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനകത്ത് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് പറയുകയാണെങ്കിൽ പെയറായിട്ട് വരുമ്പോൾ, അങ്ങനെ ടൈപ്പുള്ള പെയറായിട്ട് വരുമ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കുക. പിന്നെ 2 പെയറിൽ നിന്ന് എടുക്കുമ്പോൾ, അതായത് ബോയ്സിനകത്ത് നിന്ന് സെലക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഗേൾസിനകത്ത് എത്ര സെലക്ട് ചെയ്തു, അങ്ങനെ സെലക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് പഠിക്കാം. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് മാത്രമാണ്. സെക്കൻഡ് പാർട്ടിൽ എങ്ങനെയാണ് വരയ്ക്കുന്നത്, ഏതൊക്കെ 4 ടൈപ്പിലുള്ള വരയ്ക്കുന്ന പിക്ചേഴ്സ് ആയിരിക്കും ചോദിക്കുന്നത്. ആ 4 ടൈപ്പ് പിക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് സെക്കൻഡ് പാർട്ടിൽ പറയും. ഓക്കെ, എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.